ഹലോ മക്കളെ, വെൽക്കം ബാക്ക്. നമ്മൾ നോക്കാൻ പോകുന്നത് ബോട്ടണിയിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും കവർ ചെയ്തിരിക്കേണ്ട കുറച്ച് ഫിഗറുകളാണ് മക്കളെ. ഉറപ്പായിട്ടും ഇതിൽ ഏതെങ്കിലും രണ്ട് ഫിഗറുകൾ ഉറപ്പായിട്ടും ചോദിക്കും. കൃത്യമായിട്ട് പഠിച്ചിരിക്കാം മക്കളെ. നോക്കാം നമുക്ക്. ഫസ്റ്റ് ഫിഗർ നമ്മുടെ സിട്രിക് ആസിഡ് സൈക്കിളിന്റെ ഫിഗർ ആണ്. TCS സൈക്കിൾ അല്ലെങ്കിൽ ക്രിപ്സ് സൈക്കിളിന്റെ ഫിഗർ ആണ് മക്കളെ. കൃത്യമായിട്ടും ഇതേപോലെ തരും. എന്നിട്ട് ഓരോടത്ത് ABC എന്നൊക്കെ ഇട്ടിട്ട് അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ ചോദിക്കും. പൈറുവേറ്റ് തന്നിട്ടുണ്ട്. അതെന്തായിട്ട് മാറുന്നു? അസറ്റൈൽ കോ ആയിട്ട് മാറി. അതിനുശേഷം ഓക്സാലോ അസറ്റിക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്തു, സിട്രിക് ആസിഡ് ആയിട്ട് മാറി. അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോയി. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് വീണ്ടും ഡീകാർബോക്സിലേഷൻ നടന്നു. എന്തായിട്ട് മാറി? സക്സിനിക് ആസിഡ്. ഈ 4 കാർബൺ ആയിട്ടുള്ള കോമ്പൗണ്ടിനെ വീണ്ടും എന്താക്കി മാറ്റി? മാലിക് ആസിഡ് ആയി. അതെന്തായി? വീണ്ടും ഓക്സാലോ അസറ്റിക് ആസിഡ് ആയിട്ട് മാറി. അപ്പൊ എന്ത് കൃത്യമായിട്ടും ഈ സൈക്കിൾ എവിടെയൊക്കെയാണ് ചേഞ്ച് വരുന്നത്? NADH എവിടെ ഉണ്ടാവുന്നു? നമ്മുടെ GTP എവിടെ ഉണ്ടാവുന്നു? സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ വീഡിയോ ഒക്കെ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പോയി കാണുക. ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഉറപ്പായിട്ടും ഈ ഫിഗർ നിങ്ങൾക്ക് എക്സെപ്റ്റ് ചെയ്യാം. ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാനുള്ള ഫിഗർ ആണ്. അടുത്ത് നോക്കിയേ, അനേറോബിക് റെസ്പിറേഷന്റെ ഫിഗർ മക്കളെ. നമ്മുടെ അനേറോബിക് റെസ്പിറേഷൻ 2 ടൈപ്പ് ഉണ്ട് നമുക്കറിയാം. ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ, പിന്നെ നമ്മുടെ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. ഇത് ഈസ്റ്റ് റിയാക്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നു? എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും. ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ ബാക്ടീരിയ കൊണ്ട് ഉണ്ടാക്കുന്നു ലാക്റ്റിക് ആസിഡ്. അവിടെ യൂസ് ചെയ്യുന്നു, NADH യൂസ് ചെയ്യുന്നു. കൃത്യമായിട്ട് ഈ ഒരു ഫിഗർ തരും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ സ്റ്റേജസ് ഒക്കെ കൃത്യമായിട്ടും ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കൃത്യമായിട്ടും പഠിച്ചുകൊള്ളുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഫിഗർ ആണ് നമ്മുടെ ഗ്ലൈക്കോളിസിസ് മക്കളെ. വെരി വെരി ഇമ്പോർട്ടന്റ് ഗ്ലൈക്കോളിസിസ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാം അടുപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ഇതേപോലെ ഈ ഗ്യാപ്പ് വന്നിട്ട് ഫില്ല് ചെയ്യാൻ ചോദിക്കും. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയി. അതിന് നമ്മൾ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റി. വീണ്ടും ഒരു ഫോസ്ഫേറ്റ് ആഡ് ചെയ്തു. 1,6 ബിസ് ഫോസ്ഫേറ്റ് ആക്കി മാറി. പിന്നെ ട്രയോസ് ഫോസ്ഫേറ്റ് 2 ഇന്റർചേഞ്ചിങ് സ്ട്രക്ചർ ഉണ്ടാക്കി. അതിനെ ഒരുമിച്ച് ചേർത്തു. 2 എണ്ണം ഉണ്ടായി. 2 മോളിക്യൂൾ ട്രയോസ് ബിസ് ഫോസ്ഫേറ്റ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ടും എന്ത് ചെയ്യും? ഇതേപോലെ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യാം? ഓരോ ചേഞ്ച് നമ്മൾ അറിയണം. എവിടെയാണോ നമ്മൾ ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് കൊടുക്കണേ അവിടെ ATP ഉപയോഗിക്കും. എവിടെയാണോ റിലീസ് ചെയ്ത് കളയണേ അവിടെ നമുക്ക് ATP കിട്ടും. ലാസ്റ്റ് നമുക്ക് ATP കിട്ടുന്നത് ഇവിടെ ATP നമ്മൾ ഉപയോഗിക്കുന്നു. ഇതിന്റെ കൃത്യമായ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൃത്യമായി പോയി കാണുക. ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്റ്റെപ്പുകൾ ഇതേമാതിരി പഠിച്ചു വെക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുമ്പോൾ വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ഗ്ലൈക്കോളിസിസ്. ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാനുള്ള ക്വസ്റ്റൻ ആണ് ഗ്ലൈക്കോളിസിസ്. ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. അടുത്ത ഫിഗർ നമ്മുടെ ജോമെട്രിക് ഗ്രോത്തിന്റെ ഫിഗർ ആണ്. ഇത് ഉറപ്പായിട്ട് ഷുവർ ആയിട്ട് ചോദിക്കും. ഇത് ഏതൊക്കെ ഫേസ് ചോദിക്കും? ലാഗ് ഫേസ്, എക്സ്പോണൻഷ്യൽ ഫേസ്, സ്റ്റേഷനറി ഫേസ് ഏതാണെന്ന് അടയാളപ്പെടുത്താൻ ചോദിക്കും. കൃത്യമായി അത് പഠിച്ചിരിക്കുക. കുറച്ച് പെട്ടെന്ന് പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ഫിഗറും കവർ ചെയ്യാൻ പറ്റും. ഈ ഫിഗർ ഒക്കെ നോക്കിയേ, ഏതാ നമ്മുടെ സെൽ സൈക്കിൾ. അതിൽ എല്ലാ ഫിഗർ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. എല്ലാ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ഏത് സ്റ്റേജ് ആണെന്ന് പഠിക്കണം. അതിലെന്ത് ചെയ്യുക? ഓരോ സ്റ്റേജ് അതിന്റെ പ്രത്യേകതകൾ 2 പോയിന്റുകൾ എഴുതാൻ പഠിക്കണം. മെറ്റാഫേസ് ഇങ്ങനെ ഇരിക്കും, ടീലോഫേസ് ഇങ്ങനെ ഇരിക്കും, അനാഫേസ് ഇങ്ങനെ ഇരിക്കും. പിന്നെ മിയോസിസിൽ തന്നെ മിയോസിസ് 1 ഉണ്ട് 2 ഉണ്ട്. അതിന്റെ പ്രത്യേകതകൾ പഠിക്കണം. അവിടെ മെറ്റാഫേസിൽ ഹോമോലോഗസ് ക്രോമസോം ആണ് ഇക്വിറ്റോറിയൽ പ്ലേറ്റിൽ അറേഞ്ച് ചെയ്യുന്നത്. 2 സ്പ്ലിറ്റ് ആയി പോകുന്നു അനാഫേസ് 1 ൽ. പിന്നെ മിയോസിസ് 2 ൽ കൃത്യം എന്താ നടക്കുന്നത്? ഇത് നമ്മുടെ മിയോസിസ് 2 ആ നടക്കുന്നത്. കണ്ടോ? ഇത് നമ്മുടെ കൃത്യമായി നമ്മുടെ മിയോസിസ് 2 ആണ് ഇവിടെ കിടക്കുന്നത്. ഈ മിയോസിസ് 2 എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? രണ്ട് മൈറ്റോസിസ് അല്ലേ? നോക്കി ഇവിടെ നോക്കുമ്പോൾ ഇത് ഓരോരോ മൈറ്റോസിസ് നടക്കുന്നു. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാ. കണക്ട് ചെയ്ത് പഠിക്കുക. പിന്നെ എന്ത് ചെയ്യുക? ഇതിന്റെ സിഗ്നിഫിക്കൻസ് കൂടെ പഠിച്ചോളുക. എല്ലാ സ്റ്റേജും കണ്ടാൽ തിരിച്ചറിയണം. ഫിഗർ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചിരിക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. പഠിച്ചിരിക്കുക. പിന്നെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ ഫിഗർ. ഈ കേക്ക് പോലിരിക്കുന്ന ഫിഗർ കണ്ടാ? ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാം. ഇഷ്ടംപോലെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ എം ഫേസും ഇന്റർഫേസിന്റെ ഫിഗർ ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാനുള്ള ഫിഗറാണ്. ഗ്യാപ്പ് തരും. G1 G2 ഗ്യാപ്പ് തരും. ഇതിനെന്ത് എം ഫേസിന്റെ എവിടെയൊക്കെ ABC എന്നൊക്കെ തരും. എന്നിട്ട് എന്ത് ചെയ്യും? അത് ചോദിക്കും. മക്കളെ ഐഡന്റിഫൈ ചെയ്യും. ഇതിന്റെ പ്രത്യേകത എന്താണ്? മറ്റേതാണ് തേങ്ങ എന്നൊക്കെ ചോദിക്കും. കൃത്യമായി എഴുതിക്കൊള്ളുക. ഇമ്പോർട്ടന്റ് ആയ ഫിഗർ ആണ് മക്കളെ. പഠിച്ചോളുക. പിന്നെ നമുക്ക് പറയാനുള്ള ഫിഗർ സെല്ല് വരുമ്പോൾ മൈറ്റോകോൺട്രിയ ഇഷ്ടം പോലെ തവണ ഒരു അവസാനത്തെ ഒരു 10-15 വർഷത്തിൽ 7-8 തവണ ചോദിച്ചുള്ള ഫിഗറാണ് മൈറ്റോകോൺട്രിയ. പിന്നെ ഇതിൽ മറ്റേ സെൻട്രോമിയർ വെച്ചിട്ട് ഏതാണ് മെറ്റാസെൻട്രിക് ഏത്, സബ്മെറ്റാസെൻട്രിക് ഏത്, ടീലോസെൻട്രിക് ഏത്. പിന്നെ ഈ സാറ്റലൈറ്റിന്റെ കാര്യം ചോദിക്കും. ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതിൽ പഠിക്കുക. ഇവിടെ കൈനറ്റോകോർ എന്നൊരു ഫിഗർ ഇവിടെ ഉണ്ട്. അതും കൂടെ എന്ത് ചെയ്യുക? ക്രോമോസോമിന്റെ കവർ ചെയ്യുക. പിന്നെ മൈറ്റോകോൺട്രിയ അടയാളപ്പെടുത്താൻ പഠിക്കുക. പിന്നെ ഗോൾഗി അപ്പാരറ്റസ് ചോദിച്ചിട്ടുണ്ട്. അതും പഠിക്കുക. അതിന്റെ ഫംഗ്ഷൻസ് പഠിക്കുക. പിന്നെ ഫ്ലൂയിങ് മൊസൈക്ക് മോഡൽ ഇത് തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. പിന്നെ എന്ത് ചെയ്യുക? ചിലപ്പോൾ എന്ത് ചെയ്യാം? ഇത് അടയാളപ്പെടുത്താൻ ചോദിക്കും. ഈ അടയാളപ്പെടുത്താൻ എന്ത് കണ്ടാലും എന്ത് ചെയ്യാം? ഒരിക്കലെങ്കിലും കണ്ണു പഠിച്ചു പോവുക. ഉറപ്പായിട്ട് എന്ത് ചെയ്യും? അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവറാ. പിന്നെ നമ്മുടെ അനാട്ടമിയിൽ ടൈപ്പ് ഓഫ് വാസ്കുലർ ബണ്ടിൽ ഇമ്പോർട്ടന്റ് ആണ്. 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ നമ്മുടെ റൂട്ടാണ് ഡൈക്കോട്ട് അല്ലെങ്കിൽ മോണോക്കോട്ട് റൂട്ട്. കാണുമ്പോൾ തിരിച്ചറിയാൻ കണക്കിന് പഠിച്ചു വയ്ക്കുക. ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒരു നിങ്ങൾ തന്നെ മനസ്സിൽ കാണുമ്പോൾ തിരിച്ചറിയണം. ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചിരിക്കണം. പിന്നെ ഇത് നമ്മുടെ ഡൈക്കോട്ട് അല്ലെങ്കിൽ മോണോക്കോട്ട് സ്റ്റെം. ഇത് ഡൈക്കോട്ട് സ്റ്റെം, ഇത് മോണോക്കോട്ട് സ്റ്റെം. കാണുമ്പോൾ തിരിച്ചറിയണമെങ്കിൽ പഠിക്കാം. ചിലപ്പോൾ എന്ത് ചെയ്യാം? ഈ ഫിഗറും തരാം, ഈ ഫിഗറും തരാം.
രണ്ടും തരാം, അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുക. പിന്നെ അതിന്റെ പ്രത്യേകത ഇത് ലീഫാണ്, അത് കൃത്യമായിട്ട് പഠിക്കുക. 6 ഫിഗറേ ഉള്ളൂ, അത് കാണുമ്പോൾ തിരിച്ചറിയണം. ഇതാ നമ്മുടെ ഫില്ലോടാക്സി, മോർഫോളജിയിലെ ഫില്ലോടാക്സി, ടൈപ്പ് ഓഫ് ഫില്ലോടാക്സി പഠിച്ചു. ഇത് ഓൾട്ടർനേറ്റ്, ഇത് ഓപ്പോസിറ്റ് ആണ്, ഇത് മറ്റേ ഹോൾഡ് ഫില്ലോടാക്സി. കൃത്യമായിട്ടും അത് ഐഡന്റിഫൈ ചെയ്യും. 1 മാർക്ക് 2 മാർക്ക്. സീഡിന്റെ മക്കളെ ഇത് ഒരിക്കൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ എന്ത് ചെയ്യാം, വീണ്ടും എക്സാം നല്ല രീതിയിൽ കടുപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വീണ്ടും ഇത് ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് പഠിച്ചത്. കാരണം സ്ഥിരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ലെങ്കിൽ ഇത് മാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് എന്ത് ചെയ്യാം, അത് കൃത്യമായിട്ട് പഠിക്കുക. നെക്സ്റ്റ് നമ്മുടെ ഇൻഫ്ലോറസൻസ്, റൈസ്മോസ്, സൈമോസ് ഇൻഫ്ലോറസൻസ്, പിന്നെ ടാപ്പ് റൂട്ട് സിസ്റ്റം, അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എളുപ്പമാണ്. പിന്നെ ടെറിഡോഫൈറ്റ് അടയാളപ്പെടുത്താൻ പഠിക്കണം. ഇതൊക്കെ ചോദിക്കും കേട്ടോ, ഇത് ഈ ഫിഗറൊക്കെ ചോദിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് ഇതൊക്കെ ചോദിക്കും. എക്സാം ഒക്കെ ഒരു ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇതേമാതിരിയുള്ള ആരും ശ്രദ്ധിക്കാത്ത ഫിഗറൊക്കെ ചോദിച്ചോളെ. പിന്നെ ബയോഫൈറ്റ് എല്ലാവർക്കും അറിയാം, ഇതൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഈ ഗമ്മ കപ്പിന്റെ സാധനം. പിന്നെ ഇത് അടയാളപ്പെടുത്താൻ ചോദിക്കും. പിന്നെ എക്സാമ്പിളുകൾ ഫീമെയിൽ താലസ്, മെയിൽ താലസ് എന്നൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക, അടയാളപ്പെടുത്താൻ പഠിക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മുടെ വൈറോയിഡ്സ്, ബാക്ടീരിയോഫേജിന്റെ സ്ട്രക്ചർ കൃത്യമായി പഠിക്കണം. ഇത് TMVL, ടൊബാക്കോ മോസൈക് വൈറസ്, ഇത് നമ്മുടെ ബാക്ടീരിയോഫേജ്, അത് പഠിച്ചു വെക്കണം. ലൈക്കിന്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കുക. പിന്നെ പാരാമീസിയത്തിന്റെ ഫിഗർ, ഡിനോഫ്രിജിലേറ്റിന്റെ ഫിഗർ, യൂഗ്ലിനിയുടെ ഫിഗർ, അത് എന്ത് ചെയ്യുക, കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയാൻ പഠിക്കണം. പിന്നെ ഏറ്റവും കൂടുതൽ അവിടെ കണ്ടു ചോദിച്ചിട്ടുള്ളതാ നോസ്റ്റോക്ക്. ഇതൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടംപോലെ അവിടെ കണ്ടു ചോദിച്ചിട്ടുണ്ട്. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. പിന്നെ C4 സൈക്കിൾ, ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ, C4 സൈക്കിൾ മക്കളെ ഇതും ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, ഉറപ്പായിട്ടും ചെയ്യും. ഇവിടെ നമ്മുടെ C3 സൈക്കിള് REBP ആണെങ്കിൽ ഇവിടെ C4 സൈക്കിൾ നമ്മുടെ PEP, ഫോസ്ഫോറിലെ പൈറുവേറ്റ് ആണ്, കാർബൺ അക്സെപ്റ്റർ. ഇവിടുത്തെ ഫസ്റ്റ് ഉണ്ടാവുന്ന ആസിഡ് ഓക്സാലോ അസറ്റിക് ആസിഡ് പഠിച്ചു വയ്ക്കണം. C4 ആസിഡ് ആണ്, ഓക്സാലോ അസറ്റിക്, കാരണം മാലിക് ആസിഡിലേക്ക് മാറ്റിയാണ് നമ്മൾ താഴെ എത്തിക്കുന്നത്. ഇവിടെ ബണ്ടിൽ ഷീറ്റ് സെല്ലിൽ എത്തിക്കുന്നു, അവിടെ നിന്ന് ഒരു കാർബൺ പോയി അത് ഇവിടെ സ്കാൽപ്പിംഗ് സൈക്കിളിൽ പോയി ഫിക്സേഷൻ ആകുന്നു. വീണ്ടും റീജനറേഷൻ വഴി നമ്മൾ ഫോസ്ഫോയിനൽ പൈറുവേറ്റിനെ ഉണ്ടാക്കുന്നു. കൃത്യമായിട്ടും ഇത് ചോദിക്കും, ഈ സെല്ല് ഇതൊക്കെ മാർക്ക് ചോദിക്കും. എന്നിട്ട് ഈ C4 ആസിഡ് ആരെന്നൊക്കെ ചോദിക്കാം. പിന്നെ എന്ത് ചെയ്യാം, ഇവിടെ PEP ആര്, ഇവിടെ എൻസൈം, ഇവിടെ ആക്ട് ചെയ്യുന്ന എൻസൈം ആണ് PEPase. PEPase ആണ് ഇവിടെ ആക്ട് ചെയ്യുന്ന എൻസൈം. PEP കാർബോക്സിലേസ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്ന എൻസൈമുകൾ. കൃത്യമായിട്ടും അത് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് പഠിക്കുക. C3 ആസിഡ്, C3 സൈക്കിളും C4 സൈക്കിളും. C3 സൈക്കിൾ വീണ്ടും വന്നു, ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ എന്ത് ചെയ്യും, ഈ റിഡക്ഷൻ, കാർബോക്സിലേഷൻ, റീജനറേഷൻ, ഈ സ്റ്റെപ്പുകൾ ബ്ലാങ്ക് ആയിരിക്കും, അത് ചോദിക്കും. പിന്നെ എന്ത് ചെയ്യുക, പിന്നെ ഇവിടെ എത്ര ATP ഒക്കെ ഉണ്ടാവുന്നുണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എത്ര ATP നമ്മൾ ഉപയോഗിക്കുന്നു ഉണ്ടാവുന്നതൊക്കെ കൃത്യമായിട്ട് ആ ഒരു കണക്ക് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. C3 സൈക്കിളും C4 സൈക്കിളും. പിന്നെ നിങ്ങൾ അതിൽ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഫിഗർ ആണ് സൈക്ലിക്കും ഫോട്ടോസൈക്ലിക്, പിന്നെ ക്ലോറോപ്ലാസ്റ്റ്. ഇത് നമ്മുടെ സെല്ലിലുള്ള പാഠമാണ്, സെല്ലിലുണ്ട്, നമ്മുടെ ഫോട്ടോസിലുള്ള പാഠമാണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ പടം. ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും ചോദിക്കും. ഇത് ചിലപ്പോൾ ലൈറ്റ് റിയാക്ഷൻ എവിടെ നടക്കുന്നു, ഡാർക്ക് റിയാക്ഷൻ എവിടെ നടക്കുന്നു ഒക്കെ ചോദിക്കും. ഗ്രാന, സ്ട്രോമയൊക്കെ ഇമ്പോർട്ടൻ്റ് ആ. പിന്നെ പഠിക്കാനുള്ള സ്ട്രോമ ലാമല്ലേ ഇമ്പോർട്ടൻ്റ് ആണ്, റൈബോസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ പഠിക്കുക. പിന്നെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് നമ്മുടെ കെമിയോസ്മോട്ടിക് ഹൈപ്പോസിസ്. ഇത് എന്ത് ചെയ്യാം, ഇതിന്നും പ്രതീക്ഷിക്കാം. കെമിയോസ്മോസിസിൽ പ്രതീക്ഷിക്കാനുള്ള സാധനമാണ്. ഉറപ്പായിട്ട് എന്ത് ചെയ്യും, ഈ ഫിഗർ തന്നിട്ട് ഇത് എവിടെ അടയാളപ്പെടുത്തണം, ഇലക്ട്രോൺ ക്യാരിയേഴ്സ് എവിടെയാണ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇതിന് കമന്റ് ചെയ്യാൻ പറയാം. ഇത് കാണുമ്പോൾ മനസ്സിലാവണം ഇത് കെമിയോസ്മോസിസ് ആണെന്ന് മനസ്സിലാവണം. പിന്നെ വരുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറ്റേ ഫിഗർ പഠിച്ചില്ലെങ്കിൽ പ്രശ്നമല്ല, ഈ ഫിഗർ എങ്ങനെ എന്ത് ചെയ്യാം, ഒരിക്കലും പഠിച്ചു വെക്കാം. നമ്മൾ ATP സിന്തേസ് ആണ്, F0 F1 ആണ്. ഈ എനർജി പ്രോട്ടോൺ പാസ് ചെയ്ത് പോകുമ്പോൾ എന്തുണ്ടാവുന്ന ATP ഉണ്ടാവുന്ന രീതിയിൽ കൃത്യമായി പഠിച്ചു വെക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ ബോട്ടണിയിൽ കൃത്യമായിട്ട് കവർ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഫിഗറുകൾ. ഇതിന് ഏതെങ്കിലുമൊക്കെ ഫിഗർ ഉറപ്പായിട്ട് ചോദിക്കാൻ മക്കളെ. അപ്പോൾ നിങ്ങൾ ബയോളജിയിൽ കവർ ചെയ്യേണ്ട എല്ലാ ഫിഗറും ഇതിന്റെ ഒരു PDF നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും. കൃത്യമായിട്ട് ബയോളജി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട എല്ലാ ഫിഗറും നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കൃത്യമായി പഠിക്കുക, കവർ ചെയ്യുക, അടയാളപ്പെടുത്താൻ മറക്കല്ല്. എക്സാമിൽ പോകുമ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ കവർ ചെയ്ത് പോവുക. ഓൾ ദി ബെസ്റ്റ്.